Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസ് ജനുവരി 7th സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. സോ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ആണ്. ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിങ് പാർട്ട് 1. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏതൊക്കെയാണ് essay ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ദെൻ പ്രോബ്ലത്തിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, തിയറിക്കാണോ, ദെൻ എത്രത്തോളം പെർസെൻറ്റേജ് പ്രോബ്ലം തിയറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. M.Com തേർഡ് സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സ്, ഇൻകം ടാക്സ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്, ഈ 3ന്റെയും ക്ലാസ്സസ് ആണ് അവൈലബിൾ ആവുക കേട്ടോ. അപ്പോൾ വലിയൊരു സബ്ജക്റ്റ് ആണ് ഇൻകം ടാക്സ്. 5 പേപ്പറിൽ പലപ്പോഴും ടഫസ്റ്റ് ആയിട്ട് വരാറുള്ളൊരു സബ്ജക്റ്റ് കൂടിയാണ്. ദെൻ ഇതിലെ പ്രോബ്ലം തിയറിയുടെ മിക്സ്ചർ നോക്കുകയാണെങ്കിൽ പാർട്ട് എയില് 7 ചോദ്യങ്ങളിൽ പലപ്പോഴും 6 തിയറി ചോദ്യങ്ങളും 2 വെയിറ്റേജിന് 1 പ്രോബ്ലം ആണ് വരാറ്. നമുക്ക് 4 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. ഇത് പാർട്ട് എ. പാർട്ട് ബിയിലോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും ഇപ്പോൾ കണ്ടുവരുന്നത് ചില സമയത്ത് 6 പ്രോബ്ലവും 1 തിയറിയും അങ്ങനെ ചോദിക്കാറുണ്ട്. ചില സമയത്ത് 2 തിയറി 5 പ്രോബ്ലം അങ്ങനെയും വരാറുണ്ട്. 5 പ്രോബ്ലം 2 തിയറി. നമുക്ക് 4 എണ്ണത്തിനാണ് ആൻസർ കൊടുക്കേണ്ടത്. അപ്പോൾ എ പാർട്ടിന്റെ നേരെ ഉൾട്ടയാണ് ബി പാർട്ട്. essay പാർട്ടിലോട്ട് പോകുന്ന സമയത്ത് എപ്പോഴും 2 പ്രോബ്ലം അതുപോലെ തന്നെ 2 തിയറി. ഇങ്ങനെയാണ് നമ്മുടെ 3 പാർട്ടിലെയും തിയറി പ്രോബ്ലത്തിന്റെ മിക്സ്ചർ. അപ്പോൾ പ്രോബ്ലം പഠിക്കാതെ കണ്ട് ഒരു രക്ഷയില്ല, അത് മനസ്സിലാക്കുക. തിയറി പഠിക്കുമ്പോൾ ചില ഏരിയാസിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. എസ്പെഷ്യലി നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിൽ ചില ടോപ്പിക്കുകളുണ്ട്. ഇപ്പം അസസ്മെൻറ്റ്, റിട്ടേണിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള, അതോറിറ്റീസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള, അങ്ങനെ 2-3, പിന്നെ TDS, TCS, അഡ്വാൻസ് ടാക്സ്, ഇങ്ങനെയുള്ള ചില ഏരിയാസിൽ നിന്നാണ് 2 വെയിറ്റേജിൽ റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടുവരാറ്. പിന്നെ നമ്മുടെ ആദ്യത്തെ ബേസിക്സിൽ നിന്ന് ഏതെങ്കിലും വരും. ഓക്കെ, അപ്പം അങ്ങനെ 4 ചോദ്യങ്ങൾ നമുക്ക് പാർട്ട് എയിൽ നിന്ന് പിക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. പാർട്ട് ബിയിലോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു പ്രോബ്ലംസ് ആണ്. അതിൽ ഈ 5 ഹെഡ്സ് നന്നായിട്ട് ഫോക്കസ് ചെയ്താൽ അതിൽ നിന്ന് 2 ഹെഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങൾ എപ്പോഴും വരുന്നതാണ്. പിന്നെ ടാക്സ് ലയബിലിറ്റി, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ പ്രോബ്ലം എപ്പോഴും വരുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പഠിച്ച് പാർട്ട് ബി പിക്ക് ചെയ്യാൻ സാധിക്കും. essayയിലോട്ട് പോകുന്ന സമയത്ത് 4 എണ്ണത്തിൽ എപ്പോഴും കണ്ടുവരുന്നത് 2 തിയറി ഉണ്ടാവാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ലാസ്റ്റ് മൊഡ്യൂളാണ് എപ്പോഴും വരാറ്, ലാസ്റ്റ് ഏരിയയിൽ നിന്നാണ് വരാറ്. പ്രോബ്ലം PGBP റിപ്പീറ്റ് ആയിട്ട് വരാറുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റിയുടെ ഒരു പ്രോബ്ലം. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലത്തിൽ വരാറുള്ള ഏരിയ. പിന്നെ തിയറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് ഏരിയ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലൊരു കളി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള മൊത്തം കാര്യങ്ങൾ വരുന്നുണ്ട് കുറച്ചും കൂടി ഡെപ്തിൽ. പിന്നെ ടാക്സ് ലയബിലിറ്റിയുടെ കാൽക്കുലേഷൻ, അസസ്മെൻ്റ് ആണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നതാണ്, സപ്ലൈ എഴുതുന്നവർ എല്ലാവരും ഓരോ വർഷം ടാക്സിൽ വരുന്ന റേറ്റിൽ അല്ല ചേഞ്ചസ് ഉള്ളതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഇപ്പോൾ 2022 അഡ്മിഷനുള്ള കുട്ടികളുടെ നിന്നുണ്ടാവും 23 ഒരു പ്രാവശ്യം എഴുതിയിട്ട് കിട്ടാണ്ട് വരുമ്പോൾ വീണ്ടും എഴുതുന്നവർ, പിന്നെ ഇപ്പോൾ റെഗുലറായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും റെഗുലർ കോളേജിൽ. അപ്പോൾ പഴയ ബുക്ക് വെച്ചിട്ട് പഠിച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം ബുക്ക് വെച്ച് പഠിച്ചാൽ വല്ല പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെയും ഇപ്രാവശ്യത്തെയും തമ്മിൽ എപ്പോഴും ഓരോ വർഷം കഴിയുമ്പോൾ വരുന്ന മാറ്റത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ഗെയിൻ്റെ കേസിൽ ഓരോ വർഷവും ഇൻഡെക്സേഷനിൽ ഒരു വ്യത്യാസം വരുന്നത് നമുക്ക് കാണാം. അതാണ് ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഇൻഡെക്സേഷൻ ഓരോ പ്രാവശ്യം അതിപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. നമുക്ക് എന്താണ് ക്യാപിറ്റൽ ഗെയിൻ പഠിക്കുന്ന സമയത്ത് ആ ഇക്വേഷനാണ് നമുക്ക് അറിയേണ്ടത്. പിന്നെ ഇൻഡെക്സേഷൻ്റെ കാര്യം നമുക്ക് തരും.
അപ്പോൾ അത് വലിയ സംഭവമല്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ബുക്കാണെങ്കിൽ അത് വെച്ച് പഠിച്ചോ, നോ പ്രോബ്ലം. പിന്നെ ടാക്സ് ലയബിലിറ്റിയുടെ കേസിലോട്ട് പോകുമ്പോൾ ഓൾ ടാക്സ് റെജീം എന്ന് പറയുന്നതിൽ മാറ്റങ്ങളൊന്നുമില്ല. നമുക്ക് കാൽക്കുലേഷനും മിക്കതും അതാണ് വരാം. ന്യൂ ടാക്സ് റെജീമിൻ്റെ ആപ്ലിക്കേഷൻ വരില്ല. ദെൻ നമുക്ക് ന്യൂ ടാക്സ് റെജീം വെച്ചിട്ട് ചെയ്യാൻ പറയുകയാണെങ്കിലും ആ ടാക്സ് ലാബ് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊന്നും മനസ്സിലാക്കാം. അത്രേ ഉള്ളൂ. ന്യൂ ടാക്സ് ലാബ് ഈ പ്രോസസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതല്ലാതെ കണ്ട് വലിയ മാറ്റം എന്ന് പറയാൻ ഇല്ല. ഓക്കെ, ഇനി അടുത്ത പ്രാവശ്യത്തെ ഇപ്പോൾ ബഡ്ജറ്റ് വന്നതിൽ കാര്യമായിട്ടുള്ള ചില എന്താണ് ന്യൂ ടാക്സ് റെജീമിൻ്റെ അല്ലേ 12 ലക്ഷം വരെയൊക്കെ ആക്കി എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടു. അപ്പോൾ അതിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇനി അടുത്ത പ്രാവശ്യത്തിലേക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരാൻ സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിൽ പഴയ ബുക്കാണ് ഉള്ളതെങ്കിൽ അത് വലിയ പ്രശ്നമുള്ള കാര്യമില്ല. കാരണം ഈ ക്യാപിറ്റൽ ഗെയിനിൽ ഇൻഡെക്സേഷൻ എല്ലാ പ്രാവശ്യം വരുന്നതാണ്. നമ്മളതിൻ്റെ ഇക്വേഷനാണ് പഠിക്കേണ്ടത്. അപ്പോൾ അതിൽ ഏത് ഇൻഡെക്സേഷനാണ് എടുക്കേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിരുന്നു. നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഓൾ ടാക്സ് റെജീം അപ് ടു 2,50,000 വരാനില്ല. 2,50,000 to 5 lakh അല്ലെ 5%. ആ ഓൾ ടാക്സ് റെജീം വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടതായിട്ട് വരാം. ന്യൂ ടാക്സ് റെജീമിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു അപ്ലൈ ചെയ്യാൻ പറയുകയാണെങ്കിൽ തന്നെ ആ ന്യൂ ടാക്സ് റെജീം ഒന്ന് നോക്കി പോയാൽ മതി. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്താൽ മതി, ആ സ്ലാബ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. വരവ് വളരെ കുറവാണ്. അപ്പോൾ പഴയ സപ്ലൈ എഴുതുന്നവർക്കാണ് ഞാനിത് എടുത്ത് പറയാൻ കാരണം. അതിൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബേസിക്സ് നമുക്ക് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ബേസിക്സിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ബട്ട് ഇവിടെ എംകോമിൻ്റെ കേസിലോട്ട് പോകുന്ന സമയത്ത് ബേസിക് ഏരിയയിൽ നിന്നൊന്നും അങ്ങനെ വല്ലാണ്ട് ചോദ്യങ്ങൾ വരാറില്ല. ബട്ട് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പറിൽ വന്നിരുന്നു. തീരെ വരാത്തതാണ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റെസിഡൻ്റ് ആണോ, ഓർഡിനറി റെസിഡൻ്റ് ആണോ, നോട്ട് ഓർഡിനറി ആണോ, NRI ആണോ എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതല്ലാണ്ട് നമ്മൾ ഡിഗ്രി കാണുന്ന പോലെയുള്ള ചോദ്യങ്ങൾ വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത്. എന്നാലും ബേസിക്സ് നമുക്ക് നോക്കി പോകാമെന്ന് മാത്രം. ഈ 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളിലും ലാസ്റ്റ് ഏരിയയിൽ നിന്നുള്ള അഡ്വാൻസ് ടാക്സ്, TDS, TCS, അതോറിറ്റി, റിട്ടേൺ, അസസ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ ഇതൊക്കെയാണ് കൂടുതൽ വരുന്നത്. ഫസ്റ്റ് ബേസിക്സിൽ നിന്ന് ഒരെണ്ണമൊക്കെ ചിലപ്പോൾ വന്നാലായി എന്ന് പറയാം. അപ്പോൾ ആദ്യം ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് തിയറി നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങളിതിൽ നോക്കേണ്ട ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതൊക്കെ നമുക്ക് ബേസിക്സിലുള്ളതാണ്. പക്ഷേ ഏരിയസൊന്നും എക്സാമിന് വരാറില്ല. ദെൻ CBDT ഇതെന്തായാലും പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ അതോറിറ്റി കാര്യങ്ങൾ, ഇതിനെപ്പറ്റിയുള്ള പവേഴ്സ് ഒക്കെ നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനും ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും പഠിക്കുക. CBDT എന്താണെന്നുള്ളത്, പേഴ്സൺ എന്താണെന്നുള്ളത് നോക്കാം. SSC ഒക്കെ ചിലപ്പോൾ ചോദിക്കൽ കുറവാണ്. പേഴ്സൺ SSC ഒക്കെ നോക്കി വയ്ക്കാം. ഈ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് SSC ഇൻ ഡിഫോൾട്ട് നോക്കി വെച്ചോളൂ. ചോദിക്കാം ഡീപ്ഡ് SSC ഇതൊക്കെ. പ്രീവിയസ് ഇയർ ഇതൊക്കെ എക്സംഷൻസ് ടു ദി ജനറൽ റൂൾ ഓഫ് പ്രീവിയസ് ഇയർ ഒക്കെ ശരിക്കും ഡിഗ്രി കുട്ടികൾക്കാണ് കണ്ടുവരുന്നത്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണെന്നുള്ളത് നോക്കി വയ്ക്കാം. ബട്ട് നമുക്ക് എംകോമിന് വരൽ വളരെ കുറവാണ്. നെക്സ്റ്റ് ടാക്സ് പ്ലാനിങ്ങിൻ്റെ തിയറി നിർബന്ധമായും പഠിക്കുക. എന്താണ് ടാക്സ് പ്ലാനിങ്, ടാക്സ് അവോയ്ഡൻസ്, ടാക്സ് ഇവേഷൻ നിർബന്ധമായും പഠിക്കുക കേട്ടോ. നമുക്ക് പ്രതീക്ഷിക്കാം ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ. അതിൻ്റെ എന്താ പറയുക ഇമ്പോർട്ടൻസ് നോക്കി വയ്ക്കുക. ഇപ്പോൾ ചെറിയ മാർക്കിന് എന്തെങ്കിലും ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ട് ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ടാക്സ് പ്ലാനിങ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രിക്വേഷൻസ് കേട്ടോ. ഇത് ഒന്ന് നോക്കിയോളൂ. തിയറിക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ടാക്സ് മാനേജ്മെൻറ്റ് എന്താണ് 2 വെയിറ്റേജിൻ്റെ നമുക്ക് ഇടാൻ സ്കോപ്പുള്ള ഒരു ചോദ്യമാണ്. അതിൻ്റെ ഫങ്ഷൻസ്, ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സ് പ്ലാനിങ് ആൻഡ് ടാക്സ് മാനേജ്മെൻറ്റ്. അഗെയിൻ എന്താണ് സിമ്പിൾ തിയറി, നേരത്തെ തന്നെ കണ്ടിന്യൂഷൻ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്. ടാക്സ് ഇവേഷൻ നോക്കി വയ്ക്കുക, ടാക്സ് അവോയ്ഡൻസ് നോക്കി വയ്ക്കുക. അപ്പോൾ ഈ ടാക്സ് പ്ലാനിങ്, ടാക്സ് അവോയ്ഡൻസ്, ടാക്സ് ഇവേഷൻ ഈ കൺസെപ്റ്റുകൾ നോക്കാം. ദെൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലമാണ്. ഞാൻ പറഞ്ഞു കുറേ വർഷങ്ങളായിട്ട് ചോദിക്കാത്തതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ഒരെണ്ണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നോക്കിക്കോ, വളരെ എളുപ്പമല്ലേ, വലിയ സംഭവമൊന്നും പറയാനില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എംകോമിന് ചോദിക്കുന്നത് കുറവാണ്. ബട്ട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു. ഓക്കെ, ഒരാൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അവസാനം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു എങ്കിൽ ആ വ്യക്തിയുടെ
റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം. സോ ദാറ്റ്സ് അബൌട്ട് നമുക്ക് ഫസ്റ്റ് പിന്നെ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ആണ് നമുക്കിതിൽ ലാസ്റ്റിലുള്ള. അത് ചോദിച്ചിട്ടില്ല. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഔട്ട്സൈഡ് ഇന്ത്യ, അക്രൂഡ് ഇൻ ഇന്ത്യ. നിങ്ങൾക്ക് ആ പ്രോബ്ലം ഒന്ന് നോക്കി വയ്ക്കാം. വരൽ കുറവാണ്, ഇതുവരെയായിട്ട് ചോദിച്ചിട്ടൊന്നുമില്ല. എന്തെങ്കിലും വന്നാൽ ചെയ്യാൻ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കി വെച്ചോളൂ. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ബേസിക്സ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. പിന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ഇൻസിഡൻസ് ഓഫ് ടാക്സിൻ്റെ നോക്കാം. വരൽ കുറവാണ്, എന്തെങ്കിലും അറിഞ്ഞു വെച്ചോളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് 5 ഹെഡ്സിലോട്ടാണ് ഫോക്കസ് പോകേണ്ടത്. ബട്ട് ഇതിൻ്റെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുട്ടികൾക്ക് എപ്പോഴും പറയുന്നതാണ്, ഈ 5 ഹെഡ്സ് ഈ ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും പഠിച്ചു കഴിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കുമ്പോൾ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഹെഡ്സ് ആദ്യം അവസാനിപ്പിക്കുക. ഓർഡറിൽ തന്നെ പഠിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ബേസിക്സ് നോക്കിയതിന് ശേഷം HP ആദ്യം പഠിക്കുക, പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റും HP ഒക്കെ. രണ്ടാമത് ക്യാപിറ്റൽ ഗെയിൻ പഠിക്കുക, ദെൻ മൂന്നാമത് അതർ സോഴ്സ് പഠിക്കുക, ദെൻ PGBP നോക്കുക, ഫൈനലി സാലറി നോക്കിയാൽ മതി. ഓർഡറിൽ പഠിച്ചു പോവുകയാണെങ്കിൽ സാലറി തന്നെ പഠിച്ച് അവസാനിപ്പിക്കാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ പഠിച്ചു തുടങ്ങുന്ന കുട്ടി എത്ര പഠിച്ചാലും ടോപ്പിക് അങ്ങോട്ട് നീങ്ങാത്തൊരവസ്ഥയാണ്. അങ്ങനെയാണ് പലരും ഇതവിടെ വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടായിട്ട് അവസാനിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഓർഡറിൽ പഠിക്കലാണ്. ഓക്കെ, ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്നവർ തിയറിയും അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ സാലറിയാണ്. സാലറിയിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറ്. ഒറ്റ ചോദ്യം 3 വെയിറ്റേജിൻ്റെ നമുക്ക് സാലറിയുടെ കാൽക്കുലേഷൻ ആയിട്ടൊരു ചോദ്യം വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അതല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിനെ റിലേറ്റ് സാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ചോദ്യം. അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കാൽക്കുലേഷനോ അതല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റിയുടെ കാൽക്കുലേഷനോ അങ്ങനെയായിട്ട് കൂടുതൽ ഗ്രോസ് സാലറി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 വെയിറ്റേജിൻ്റെ ഒരു ചോദ്യം, ചെറിയൊരു ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ വലിയൊരു ചാപ്റ്റർ ആണെങ്കിലും ഇത്ര ഈ ചോദ്യമാണ് കണ്ടുവരുന്നത്. 5 ഹെഡിലെ 2 ഹെഡിൽ നിന്നാണ് 3 വെയിറ്റേജിൻ്റെ 2 ചോദ്യങ്ങൾ വരാറ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറയാനുള്ളത്. ഇപ്പോൾ സാലറി അതല്ലാണ്ട് നമുക്ക് ഡിഗ്രികളത്തെ പോലെ മൈന്യൂട്ടായിട്ടുള്ള ചോദ്യങ്ങൾ ഇതിൽ വരില്ല. ഇതൊക്കെ പഠിച്ചാലേ നമുക്കിപ്പോൾ എല്ലാം കൂടിയിട്ട് ഗ്രോസ് സാലറിയുടെ ഒരു പ്രോബ്ലം ഒന്നും ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പോൾ അത് മനസ്സിൽ വയ്ക്കുക. അലവൻസസ് മനസ്സിലാക്കണം, എല്ലാ അലവൻസസ് പഠിക്കണം. HRAക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, റെൻറ്റ് ഫ്രീ അക്കോമഡേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, കാറിൻ്റെ കാര്യങ്ങൾക്ക് പെർക്യൂസിറ്റ്സ് ഒക്കെ നന്നായിട്ട് നോക്കുക അലവൻസിലെ ഇതിൻ്റെ കൂടെ. ദെൻ ഡിഡക്ഷൻസ്, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, പിന്നെ അണ്ടർ സെക്ഷൻ 16 പ്രകാരമുള്ള ഡിഡക്ഷൻസ് പ്രോപ്പറായിട്ട് നോക്കുക. ഗ്രോസ് സാലറിയുടെയും അതുപോലെ തന്നെ ഡിഡക്ഷൻസ് സബ്ട്രാക്ട് ചെയ്തിട്ട് ഇൻകം ഫ്രം സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഒരു ചോദ്യമാണ് ഇടുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് 3 വെയിറ്റേജിൻ്റെ SAക്ക് വരുന്നതിനായിട്ട് കൂടുതൽ അങ്ങനെയാണ് കണ്ടുവരാറ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് സാലറി. ബട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ കവർ ചെയ്യേണ്ടെന്ന് അറിയും. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൽ നിന്നാണ് ഒരു ചോദ്യം ഇടുന്നതെങ്കിൽ മോട്ടോർക്കാരൊക്കെ നോക്കുക, ഗ്രാറ്റുവിറ്റിയാണ് അവർ സാധാരണ അങ്ങനെയാണെങ്കിൽ പിടിക്കാറ്. ഓക്കെ, ചെറിയ മാർക്കിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ. അതല്ലാണ്ട് വലിച്ചു വാരി പഠിക്കരുത്. ആവശ്യമുള്ളത് പിക്ക് ചെയ്ത് പഠിക്കുക സാലറിയുടെ ഒക്കെ കേട്ടോ. കാരണം ഞാൻ വീണ്ടും പറഞ്ഞു, ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും സാലറിയിൽ. അപ്പോൾ പഠിക്കണം. ഇതെന്താ അലവൻസ്, പെർക്യൂസിറ്റ്, അതുപോലെ തന്നെ അതിലെ മോട്ടോർ കാറ് ഫോക്കസ് ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ. പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി 2 വെയിറ്റേജ് ചോദ്യമാണ് കേട്ടോ. പിന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാനതൊക്കെ പറയുന്നതായിരിക്കും. പ്രോവിഡൻറ്റ് ഫണ്ടിൻ്റെ തിയറി നോക്കിയോളൂ. PPF എന്താണ്, RPF, URPF അതൊക്കെ നോക്കിയോ. പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട് അതാണ് മറ്റൊരു ചോദ്യം. അപ്പോൾ സാലറിയിൽ അത്ര തന്നെയാ പറയാനുള്ളൂ. ഇനി വേറെ അതിലൊന്നും പറയാനില്ല. ഇതിൽ അഡീഷണൽ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ള. അപ്പോൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. നെക്സ്റ്റ് HP ആണ്. ഞാൻ പറഞ്ഞു ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഹെഡാണ്. സോ HPയിൽ നിന്ന് 3 വെയിറ്റേജിൻ്റെ ഒരു ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് വിട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. അതിന് നമ്മൾ ആകെ കൂടിയിട്ട് ആ ഫോമാറ്റ് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഗ്രോസ് ആനുവൽ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് MRV ഓർ FRV വിച്ചർ ഈസ് ഹയർ അല്ലേ, അതിനെ സ്റ്റാൻഡേർഡ് റെൻ്റായിട്ട് അല്ലേ
നമ്മൾ കമ്പയർ ചെയ്യണു. എക്സ്പെക്ടഡ് റെൻറ്റ് ആക്ച്വൽ റെൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു. ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടുന്നു. ഈ ഒറ്റ ഫോമാറ്റ് ഗ്രോസ് ആനുവൽ വാല്യൂ മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുക, നെറ്റ് ആനുവൽ വാല്യൂ വരുന്നു, ഡിഡക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യുന്നു, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോണ്, ബാലൻസ് കിട്ടുന്നതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അതിൽ നമുക്ക് സെൽഫ് ഓക്യുപ്പൈഡ് വരുമ്പോൾ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ്, അതല്ലാത്ത കേസസിൽ എങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ പല കേസസ്, ഡിഫറെൻറ്റ് കേസസ് ഉള്ളത് നോക്കാമെന്ന് മാത്രമാണ് അതിൽ ചെയ്യേണ്ടത്. നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ HP-യിൽ നിന്ന് ആ ഒരു 3 വെയിറ്റേജിൻ്റെ ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് PGBP നെക്സ്റ്റ് ചാപ്റ്റർ PGBP ആണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. SAക്ക് വരും. SAക്ക് ഇട്ടിട്ടില്ലെങ്കിൽ അത് 3 വെയിറ്റേജിന് തന്നെ ഇടും ചെയ്യും. പലപ്പോഴും ഇതിൽ നിന്നൊരു ചോദ്യം കമ്പൽസറി ആയിട്ട് ഇടാറുണ്ട്. നമ്മൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിലാണ് പറയണത്. PGBP-യിൽ നിന്ന് ഇൻകം ഫ്രം ബിസിനസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം SAക്ക് ഇടാറുണ്ട്. അത് ചോദിച്ചില്ലെങ്കിൽ അത് 3 വെയിറ്റേജിന് തന്നെ ആവും പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിൽ നിന്ന്. ബിസിനസ്സാണ് കൂടുതൽ കണ്ടുവരാറ്. ഒറ്റ ഫോമാറ്റ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വന്നാലും കിട്ടും. ബിസിനസ്സിൻ്റെ 9 ഇതാണ് പ്രോഫിറ്റ് ആസ് പെർ P&L, ആഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ലെസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അഡ്ജസ്റ്റ്മെന്റ്സ് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ദാറ്റ്സ് ഓൾ. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ഒരു SA. പലപ്പോഴും ബുക്കിലത്തെ അതേ ചോദ്യം കണ്ടുവരാറുണ്ട്. ലാസ്റ്റ് 2 വർഷങ്ങളായിട്ട്, ലാസ്റ്റ് 2 വർഷമായിട്ട് മുമ്പത്തെ 2 വർഷങ്ങളിൽ ഒരേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരേ ക്വസ്റ്റ്യൻ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം ക്വസ്റ്റ്യൻ. അത് ബുക്കിലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ ഈ ബുക്കിലത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നത് എനിക്ക് കണ്ടു കഴിഞ്ഞാൽ ഓർമ്മ വരും. കാണിച്ചു തരാം ഏത് ടൈപ്പ് ചോദ്യമായിരുന്നു എന്നുള്ളത്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ളതാണ്. എങ്ങനത്തെയാണെന്നുള്ളത് ഒറ്റ സെക്കൻഡ് കേട്ടോ. ഇത് സർജിക്കൽ അല്ല, ഇത് അല്ല, പ്രൊഫഷനാണോ അത്, ക്യാഷ് പേയ്മെൻറ്റ്, ഇതുപോലത്തെ ഇതേതാ, ഇത് പ്രൊഫഷനാണ്. പ്രൊഫഷനേക്കാൾ കൂടുതൽ ബിസിനസ്സിൻ്റെയാണ് കണ്ടുവരുന്നത് കേട്ടോ. ഇതും പ്രൊഫഷനാണ്. ഓക്കെ, ഇതിൽ പ്രൊഫഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ഞാനത് പിന്നെ നോക്കി കാണിച്ചു തരാം. ഇതായിരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ്. യെസ്, ഈ ടൈപ്പ് ചോദ്യം, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. വളരെ എളുപ്പ ക്വസ്റ്റ്യനാണ്. ഇല്ലസ്ട്രേഷൻ നമ്പർ 3 ഇതേ ചോദ്യം, ടൈപ്പ് ചോദ്യമാണ്. 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കിയേ. ഒരു 4 അഡീഷണൽ ഇൻഫർമേഷൻ. ജനറൽ എക്സ്പെൻസസിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഡിപ്രീസിയേഷൻ, കാർ എക്സ്പെൻസ്, ബാഡ് റിക്കവറിൻ്റെ ഒരു പ്രശ്നമില്ല. ഫുൾ മാർക്ക് അടിക്കാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനത്തെ ഒരു ചോദ്യമാണ് PGBP-യിൽ നിന്ന് വന്നിട്ടാണ്. പ്രൊഫഷൻ ഉണ്ടെങ്കിലും പ്രൊഫഷനേക്കാൾ കൂടുതൽ ബിസിനസ്സാണ്. ദാറ്റ്സ് ഓൾ. വേറെ ഒന്നും പറയലില്ലേ. നെക്സ്റ്റ് അതർ സോഴ്സ് ആണ്. ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കുന്ന ഹെഡാണ്, അല്ല, ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ ആണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് അവസാനിപ്പിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഞാൻ പറഞ്ഞു HP കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് വാങ്ങിയ വില, വിറ്റ വില, ഡിഫറൻസ് ആണ് ആൻസർ. ഇത്രയല്ലോ. അതിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആകുമ്പോൾ അതിനെ ഇൻഡെക്സ് ചെയ്യണം. ഓരോ വർഷത്തെ ഇൻഡെക്സേഷനിൽ ചേഞ്ച് ഉണ്ടാവും. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. അതല്ലാണ്ട് ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഒരു പ്രോബ്ലമാണ് എക്സാമിനെ സാധാരണ വരല്ലോ 3 വെയിറ്റേജിൻ്റെ ഇടുന്നുണ്ടെങ്കിൽ. ഓക്കെ, അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഡിഗ്രിക്ക് ചോദിക്കുന്ന പോലെ മൈന്യൂട്ട് ചോദ്യങ്ങളൊന്നുമല്ല ഇതിൽ നിന്ന് വരാറ്. വാങ്ങിയ വില, വിറ്റ വില, അത് അത്രയല്ലോ. ഫുൾ കൺസിഡറേഷൻ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, വിറ്റ വിലയിൽ നിന്ന് മേടിച്ച വില, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഇനി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആകുമ്പോഴോ ഫുൾ വാല്യൂ കൺസിഡറേഷൻ നിന്ന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, അതുപോലെ തന്നെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് കുറച്ച് കഴിഞ്ഞാൽ, കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ അതും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. എക്സംഷൻ ഉണ്ടെങ്കിൽ അതും കൂടിയും അഡ്ജസ്റ്റ് ചെയ്യണം. എക്സംഷൻസ് നോക്കി വെക്കുക. അപ്പോൾ ഈ ഇൻഡെക്സേഷൻ കണ്ടുപിടിക്കൽ മാത്രമാണ്. അതിനെന്താ, കോസ്റ്റ് ഡിവൈഡ് ബൈ, എത്രയാണോ കോസ്റ്റ് ഡിവൈഡ് ബൈ CII, കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് അക്വിസിഷൻ ഇയർ ഇൻറ്റു ട്രാൻസ്ഫർ ഇയർ. ഇത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. മനസ്സിലായോ? പിന്നെ അതാണ്, ബുക്ക് നോക്കിയാലും കൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. ഇത് തരും, നമ്മളത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. എക്സംഷൻസ് നോക്കി വയ്ക്കുക.
ദാറ്റ്സ് ഓൾ. ഓക്കെ, മൂവിങ് ടു അതർ സോഴ്സസ്. അതർ സോഴ്സസിൽ നിന്ന് ചോദ്യങ്ങൾ ഇടൽ കുറവാണ്, എളുപ്പമായതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെയാണ് ഒരെണ്ണം ഇട്ടാലായി എന്ന് പറയാം. വളരെ ചാൻസ് കുറവാണ്. 4 ഘട്ടത്തിലത്തെ ഏതെങ്കിലും 2 ഘട്ടമാണ് കൂടുതൽ ചോദിച്ചു വരാതെ. HPO, ക്യാപിറ്റൽ ഗെയിൻ, സാലറി, ഇതൊക്കെയാണ് കൂടുതൽ കണ്ടുവരാറ് ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. പക്ഷേ അതർ സോഴ്സ് ഇതിൽ നിന്ന് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയണമെന്ന് മാത്രം. ഇങ്ങനത്തെ ഒരു ചോദ്യം ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിന്ന് വരെ ഗ്രോസിംഗ് അപ്പ് ഒക്കെ നോക്കി വയ്ക്കുക. അതിൽ ഗിഫ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഫാമിലി പെൻഷൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതൊക്കെ നോക്കി വയ്ക്കുക. അതർ സോഴ്സിൽ 3 വെയിറ്റേജിൽ നിന്ന് ഉള്ള ഒരു ചോദ്യം, അതാണ് അതിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടോ. അതല്ലാണ്ട് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ നോക്കാനില്ല. ഓക്കെ, TDS, TCS, ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ തിയറി 2 വെയിറ്റേജിൻ്റെ ഇതിലേക്ക് നോക്കാം. ഓക്കെ, പിന്നെന്താണ് ഞാൻ പറഞ്ഞ ഗ്രോസിംഗ് അപ്പ് നോക്കുക, ഗിഫ്റ്റ് ട്രീറ്റ്മെൻറ്റ്, ഫാമിലി പെൻഷൻ നോക്കുക. അതൊക്കെയാണ് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതിൻ്റെ ഒരു പ്രോബ്ലം വളരെ എളുപ്പമാണ്. അപ്പോൾ 5 ഹെഡ്സും കഴിഞ്ഞു. 5 ഹെഡ്സിലെ 2 ഹെഡ്സിലത്തെ ചോദ്യങ്ങൾ മിനിമം 3 വെയിറ്റേജിൽ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു. സാലറി, HP, ക്യാപിറ്റൽ ഗെയിൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നതാണ് നമ്മൾ PGBP SAക്ക് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ അതാണ് ഇതിൽ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ആണ്. 3 വെയിറ്റേജിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ കാൽക്കുലേഷൻ, അതല്ലെങ്കിൽ ടോട്ടൽ ഇൻകത്തിൻ്റെയും വരാം. ഒരു പ്രോബ്ലം കമ്പൽസറി ആയിട്ട് ഇടാറുണ്ട്, ഗ്രോസ് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ. ഓക്കെ, സോ അതിലോട്ട് പോകുമ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യമാണ് കണ്ടുവരാറ്. അതിലോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം എന്തൊക്കെ പഠിക്കണം? ഫസ്റ്റ് ക്ലബിംഗ് ഓഫ് ഇൻകം പഠിക്കണം. ഇതൊക്കെ നമുക്ക് ഉണ്ടെങ്കിലും ക്ലബിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം സെപ്പറേറ്റ് എടുത്ത് ചോദിക്കലില്ല. ഗ്രോസ് ടോട്ടൽ ഇൻകം പഠിക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ പഠിച്ചു വരണം. അങ്ങനത്തെ ഒരു ചോദ്യമാണ് കണ്ടുവരാറ് ടോട്ടൽ ഇൻകം. അപ്പോൾ ക്ലബിങ്ങിൻ്റെ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസ്, ഇതൊക്കെ പഠിക്കണം. ഡിഡക്ഷൻസ് കവർ ചെയ്യണം അല്ലേ. ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷന് ശേഷമാണ് ടോട്ടൽ ഇൻകത്തിലോട്ട് പോകുമ്പോൾ ഡിഡക്ഷൻസ് കവർ ചെയ്യണം. ഗ്രോസ് ടോട്ടൽ ഇൻകം വരെ മാത്രമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമുക്ക് 5 ഹെഡ്സ് അല്ലേ ടോട്ടൽ ചെയ്യേണ്ട ആവശ്യമാണ് വരുന്നുള്ളൂ. സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് ഇതൊക്കെ വലിച്ചു വാരി നോക്കരുത് ആവശ്യത്തിന്, കാരണം അത് മാത്രമായിട്ടുള്ള ചോദ്യങ്ങളില്ല. ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ 5 ഹെഡ്സ്, പിന്നെ ഈ പറയുന്ന സെറ്റ് ഓഫ്, അതിനായിട്ട് മുമ്പ് ക്ലബിങ്. അപ്പോൾ ക്ലബിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടൊരു ചോദ്യം, സെറ്റ് ഓഫിന് അങ്ങനെ മാത്രമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ കുറവാണ്, കണ്ടുവരുന്നില്ല. അതുകൊണ്ടാണ് നമ്മളത് എടുത്ത് പറയുന്നത് കേട്ടോ. ബട്ട് നമുക്ക് ഈ പറയുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനിലോട്ട് പോകുന്നേക്കാൾ മുമ്പ് നമ്മൾ ഇതൊക്കെ പഠിച്ചിരിക്കണം. സോ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന് ശേഷം ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U, അപ്പോഴാണ് എന്ത് ലഭിക്കുക? നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടുക. അപ്പോൾ ടോട്ടൽ ഇൻകം ആണ് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U ചെയ്തതിന് ശേഷം നമുക്ക് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനത്തെ ഒരു ചോദ്യമാണ് വരാം ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ്റെ. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകമോ അതല്ലെങ്കിൽ ടോട്ടൽ ഇൻകമോ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം എല്ലാ പ്രാവശ്യവും വരുന്നതാണ്. ചിലപ്പോൾ 3 വെയിറ്റേജ് എടുത്തിട്ട് അത് ചിലപ്പോൾ SAക്കോ SAക്ക് കൂടുതൽ നമുക്ക് ടാക്സ് ലൈബിലിറ്റിയും പ്രതീക്ഷിക്കാം. സോ ഇതാണ് ഇതിൽ. അതല്ലാണ്ട് മൈന്യൂട്ടല്ല, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അത് വെച്ചിട്ടുള്ള ഒരു ഫുൾ പ്രോബ്ലം ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഡിഡക്ഷൻസ് പഠിക്കുന്ന സമയത്ത് 80C to 80U ഇൻഡിവിജ്വലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഡക്ഷൻസിലോട്ട് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. 80C, CCC, D, അതുപോലെ തന്നെ QQB, RRB, TTA, അങ്ങനെയുള്ള 80U, G, അവയൊക്കെ ഇൻഡിവിജ്വൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, കാരണം അതാണ് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറ്. ഓക്കെ, സോ അങ്ങനെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ്റെ ഒരു പ്രോബ്ലം ആണ്. ഇങ്ങനത്തെ ഒരു ചോദ്യമാണ് പലപ്പോഴും കണ്ടുവരാറ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഓരോ ഹെഡ്സിലെ സെപ്പറേറ്റ് ക്വസ്റ്റ്യനേക്കാളും എളുപ്പം ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ്റെ ചോദ്യങ്ങളാണ് കുറച്ചും കൂടി എളുപ്പം ചെയ്യാൻ. എൻ്റെ ഒരു നിഗമനത്തിൽ അതാണ് എളുപ്പം. ആൻഡ് ഫൈനലി പ്രോബ്ലത്തിലെ SAക്ക് വരുന്നത് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് HUF ആണ്. അതിൽ ഇൻഡിവിജ്വലിന്റെ ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. SAക്കും വരാറുണ്ട്, 3 വെയിറ്റേജിൻ്റെയിലും ചോദിക്കാറുണ്ട്. 3 വെയിറ്റേജിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കാൻ വരാണെങ്കിൽ അപ്പോൾ SAക്ക് ചിലപ്പോൾ ടോട്ടൽ ഇൻകത്തിൻ്റെ പ്രോബ്ലം ആയിരിക്കും വരാം. അപ്പോൾ ടോട്ടൽ ഇൻകവും അതല്ലെങ്കിൽ ടാക്സ് ലൈബിലിറ്റി കമ്പൽസറി ആയിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിൽ അവർ ഇടുന്നുണ്ട്, നിർബന്ധമായും പഠിക്കുക, എളുപ്പമാണ്. ഈ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലാബ് വെച്ചിട്ട് ടാക്സ് ലൈബിലിറ്റി കാണാം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഓൾഡ് റെജീമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓൾഡ് റെജീമാണ് അപ് ടു 2,50,000 വരെ ഇല്ല. 2,50,000 to 5 lakh 5%, 5 lakh to
എന്താണ് 10 lakh 20% അല്ലേ, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ ന്യൂ റെജീം ആണ് ചെയ്യേണ്ടേ എങ്കിൽ അത് എടുത്ത് പറയും. അങ്ങനെയാണെങ്കിലാണ് ന്യൂ റെജീം നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ന്യൂ റെജീം ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിഡക്ഷൻസ് ഒന്നും ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കതും ടാക്സ് ലൈബിലിറ്റി എന്ന് മാത്രമേ പറയുള്ളൂ ന്യൂ റെജീമിന്. അതുകൊണ്ട് തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രസക്തി വളരെ കുറവായിട്ടാണ് വരാറ്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഇവിടെ. സോ ഇവിടെ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തതിന് ശേഷം പിന്നെ ടാക്സ് ലൈബിലിറ്റിയിലോട്ട് പോകുന്നു. അത്രേ ഉള്ളൂ ഇവിടെ. ശരിക്കും ഈ ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമുള്ളൊരു പരിപാടിയാണ്. 3 വെയിറ്റേജിലും അതുകൊണ്ടാണ് ചോദ്യങ്ങൾ അവരിടുന്നത്. അപ്പോൾ ന്യൂ റെജീമിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രം ചെയ്യുക. ഒന്നും പറഞ്ഞില്ലെങ്കിൽ ന്യൂ റെജീം ചെയ്യരുത്, ഓൾഡ് റെജീമാണ്. ന്യൂ റെജീം ആണെങ്കിൽ അവരെടുത്ത് പറയും. ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എപ്പോഴും കുട്ടികൾക്കുള്ള സംശയമാണ്, ടാക്സ് ലാബുകൾ വ്യത്യാസം വരുന്നില്ലേ? വ്യത്യാസം ലാസ്റ്റ് 2-3 വർഷമായിട്ട് വരുന്നത് ന്യൂ റെജീമിലാണ്. ന്യൂ റെജീം ഉണ്ട്, ഓൾഡ് റെജീം ഉണ്ട്. ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഓൾഡ് റെജീമാണ്. ഓൾഡ് റെജീം വെച്ച് ചെയ്താലേ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുള്ളൂ. ദെൻ ടാക്സ് ലൈബിലിറ്റി ഏറ്റവും കുറവ് ഇതിനാണ് എന്നുള്ളത് ഈ 2 റെജീം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ബെനിഫിറ്റ് ഏതാണെങ്കിൽ അത് ഒരു വ്യക്തിക്ക് എടുക്കാം. അതാണ് നിയമം. ഓക്കെ, അപ്പോൾ പിന്നെ AMT 2 വെയിറ്റേജിൻ്റെ തിയറി എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. AMTയുടെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം. AMT റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് നിർബന്ധമായും പഠിക്കണം കേട്ടോ. ഈ ഒരു ഏരിയയിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ്. അതാണ് പറയാനുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കേണ്ടതാണ് ഈ ഒരു ഏരിയ. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പാർട്ടിൽ വരും. AMT ഞാൻ വീണ്ടും പറയണു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ വേറെ ഒന്നും പറയാനില്ല. അഡീഷണൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക അതിൽ നമ്മൾ. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കിനി തിയറി ഏരിയയിലാണ്. അപ്പോൾ പ്രോബ്ലം ഒരു ലെവലായി, ഇനി തിയറിയാണ് വരുന്നത്. ലാസ്റ്റ് ഏരിയ. തിയറികളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരും. 2 വെയിറ്റേജിൻ്റെ നമുക്ക് വരുന്ന 6 ചോദ്യങ്ങൾ തിയറിയാണ്. അതും ഭൂരിഭാഗം വരുന്നത് ലാസ്റ്റ് ഏരിയയിൽ നിന്നാണ്. ദെൻ 3 വെയിറ്റേജിൽ 2 ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും വരുന്ന തിയറി ഇതിൽ നിന്നാണ്. SA 2 തിയറി വരുന്നതും ഈ ഒരു ഏരിയയിൽ നിന്നാണ്. അപ്പോൾ ഈ പറയാൻ പോകുന്ന തിയറി എന്തായാലും കവർ ചെയ്യണം. മാറി മാറി ഇടുന്നത് ഈ ലാസ്റ്റ് 3-4 ചാപ്റ്ററിൽ, ചെറിയ ചാപ്റ്ററിൽ നിന്നാണ്. സോ ആദ്യം ഇൻകം ടാക്സ് അതോറിറ്റീസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ്. സോ ഇതിൽ ഇൻകം ടാക്സ് അതോറിറ്റീസിൽ നമുക്ക് CBDT പഠിച്ചിരിക്കണം. ദെൻ CBDTയുടെ പവേഴ്സ് SAക്ക് ചോദിക്കാം, 3 വെയിറ്റേജിൻ്റെ ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് അതോറിറ്റീസ്, CBDT. അപ്പോൾ ഇത് ചോദിച്ചാൽ മറ്റേത് ചോദിക്കില്ല, മാറി മാറി വരുന്നതാണ്. സോ ഇതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഫോക്കസ് ചെയ്യേണ്ട അതോറിറ്റീസിൻ്റെ പവേഴ്സും കാര്യങ്ങളും. നെക്സ്റ്റ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് 2 വെയിറ്റേജിനെല്ലാം വന്നിട്ടുണ്ട്, 3 വെയിറ്റേജിനെല്ലാം വന്നിട്ടുണ്ട്. ഇതിൽ TDS എന്താണ്, TCS എന്താണ് നിർബന്ധമായും പഠിക്കണം. ഇതൊക്കെ ചെറിയ മാർക്കിനാണ് കണ്ടുവരാറ്. TDS TCS കൺസെപ്റ്റ്, അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്താണെന്നുള്ളതിൻ്റെ കൺസെപ്റ്റ് നിർബന്ധമായും അതും നോക്കി വയ്ക്കുക. തിയറിക്ക് മാത്രം, അതല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു വെച്ചിട്ടുള്ള ഈ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും എക്സാമിന് ചോദിക്കാറില്ല കേട്ടോ. വെറുതെ അതൊക്കെ നോക്കി നേരങ്ങളായിരുന്നു. ആ തിയറി മാത്രം ഒന്ന് നോക്കി പോവുക. ഓക്കെ, അതാണ് പിക്ക് ചെയ്ത് പഠിച്ചു പോകണം എന്ന് പറയുന്നത്. ഇതൊന്നും കണ്ടുവരാറില്ല കേട്ടോ. ഇനി ഇതിൽ വല്ലതും പറയാണ്ടോ? ഇല്ല. സോ ദാറ്റ്സ് അബൌട്ട് റീഫണ്ട് ഓഫ് ടാക്സ്. തിയറി നോക്കണം, തിയറി പ്രതീക്ഷിക്കാം. മൂവിങ് ടു നെക്സ്റ്റ് ചാപ്റ്റർ, ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്. TDS എന്താണ്, തിയറി അത്രയും നോക്കണ്ടോ. TDS പാൻ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് തിയറിക്ക്. പാൻ എന്താണെന്നുള്ളത് വരാറുണ്ട്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി ചോദിക്കാറുണ്ട് കേട്ടോ. പാൻ എവിടെയൊക്കെ ആപ്ലിക്കബിൾ ആവുക, എന്തൊക്കെ സാഹചര്യത്തിലാണെന്നുള്ളത് നോക്കി വയ്ക്കണം. TDSൻ്റെ തിയറി നോക്കുക. ദാറ്റ്സ് ഓൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള തിയറി. TDS TCS ഒക്കെ റിപ്പീറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. പാനിൻ്റെ തിയറിയും റിപ്പീറ്റ് ആണ്. സോ അത്ര തന്നെ. അതല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ പ്രോബ്ലം നോക്കി ടൈം വേസ്റ്റ് ചെയ്യരുത്, വരാറില്ല. മൂവിങ് ടു നെക്സ്റ്റ്. ഇനി ഇതിൽ വേറെ എന്തെങ്കിലും ഇല്ല. ദാറ്റ്സ് ഓൾ. TCS TDS ഒക്കെ ഉണ്ടോ? TCS അവസാനത്ത്. റിക്കവറി ഓഫ് ടാക്സ് തിയറി നോക്കാം. 2 വെയിറ്റേജ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. പിക്ക് ചെയ്ത് പഠിക്കുക. ദെൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ
ഇൻ ടാക്സ് മാനേജ്മെന്റ് ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 വെയിറ്റേജിന്റെ ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. അതല്ലാണ്ട് ഒന്നും വന്നിട്ടില്ല കേട്ടോ. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഈ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ 3 വെയിറ്റേജിനെ ചോദിച്ചിട്ട് നിർബന്ധമായും പഠിക്കുക. വളരെ എളുപ്പമാണ്. ഈ സ്റ്റെപ്പാ നോക്കണ്ടേ. ടൈപ്സ് ഓഫ് ഇ ഫയലിംഗ് നോക്കി വയ്ക്കണം. ഇ ഫയലിംഗ് റിപ്പീറ്റ് ആണ് കേട്ടോ. ഈ സ്റ്റെപ്പുകൾ നോക്കി വയ്ക്കണം. എക്സാമിന് ചിലപ്പോൾ എസ്സേക്ക് അടക്കം ചോദിക്കാം. 3 വെയിറ്റേജിൻ്റെയിലാണ് കണ്ടുവരുന്നത്. വളരെ എളുപ്പമാണ്. ഇ ഫയലിംഗ് ഓഫ് റിട്ടേൺ എന്താണ് അതിൻ്റെ സ്റ്റെപ്സ്. ഓക്കെ, സ്കിപ്പ് ചെയ്യരുത്. തിയറിക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദെൻ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇതിൽ നിന്ന് എപ്പോഴും ചോദ്യങ്ങൾ വരാറുള്ളതാണ്. റിട്ടേണും ഉണ്ട്, അതുപോലെ തന്നെ അസസ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം SCQയും 3 വെയിറ്റേജിനും ഒക്കെ വരുന്നതാണ്. ഫയലിംഗ് ഓഫ് റിട്ടേൺ, ദെൻ ബെനിഫിറ്റ്സ് ഓഫ് ഫയലിംഗ് റിട്ടേൺ നിർബന്ധമായും പഠിക്കണം. റിട്ടേണിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം വരാറുള്ളതാണ്. ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ SCQയും ചോദിച്ചിട്ടുണ്ട്, 3 വെയിറ്റേജിനും ചോദിച്ചിട്ടുണ്ട്. റിട്ടേൺ അസസ്മെന്റ് ഇതാണ് മാറി മാറി വരുന്ന ബിലേറ്റഡ് റിട്ടേൺ. ഈ പലതരത്തിലുള്ള റിട്ടേൺ ആണ് പഠിക്കേണ്ടത്. റിവൈസ് റിട്ടേൺ കണ്ടോ 9 പോയിന്റ്സ്. കമ്പൽസറി റിട്ടേൺ, ഡിഫക്റ്റീവ് റിട്ടേൺ. ചിലപ്പോൾ റിട്ടേണിലെ ഈ പറയുന്ന 9 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം 2 വെയിറ്റേജിനും ചോദിക്കാം. അപ്പോൾ റിട്ടേൺ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ നിർബന്ധമായും തിയറിയിൽ നോക്കണം. അതിലേതെങ്കിലും റിട്ടേൺ എടുത്ത് ചോദിക്കുകയും ചെയ്യാം. ഈ ഫയലിംഗ് ഓഫ് റിട്ടേണിൻ്റെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും നോക്കി വയ്ക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് പാൻ പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഞാൻ പറഞ്ഞു നോക്കണം എന്നുള്ളത്. അതിൻ്റെ ഡോക്യുമെന്റ്സ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ വേർ കോട്ടിംഗ് ഓഫ് പാൻ ഈസ് മാൻഡേറ്ററി 3 വെയിറ്റേജിൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ഈ ചോദ്യം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 10-18 ഏരിയാസിൽ കേട്ടോ. ഇനിയാണ് അസസ്മെന്റ്. SCQയും വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസസ്മെന്റിനെ പറ്റിയിട്ട് 2 വെയിറ്റേജിൻ്റെ തിയറിയും ചോദിക്കാറുണ്ട്. അസസ്മെന്റ് എന്താണ്, ദെൻ അസസ്മെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് നിർബന്ധമായും പഠിക്കണം. സെൽഫ് അസസ്മെന്റ് ഓൺ ദി ബേസ് ഓഫ് റിട്ടേൺ, റെഗുലർ അതിൽ എവിഡൻസിന്റെ ബേസിലുള്ളതും, ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്, റീ അസസ്മെന്റ്, പ്രിക്യൂഷണറി അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ്, ദെൻ സെർച്ച് അസസ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. അതാ പറഞ്ഞ ഈ 2-3 ടോപ്പിക്കുകളാണ് മാറി മാറിയിടുക. അതിൽ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് വരാറ്. അസസ്മെന്റ് തിയറിയാണ് ഇനി ഇതിൽ ബാലൻസ് മൊത്തമുള്ള. സോ ദാറ്റ്സ് ഓൾ ആ ഒരു ചാപ്റ്റർ. ഇനി ആ ഒരു ചാപ്റ്റർ ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ തിയറിയുടെ ഏരിയയിലോട്ട് പോകുമ്പോൾ ഞാൻ വീണ്ടും പറയണു, നമ്മൾ പ്രതീക്ഷിക്കുന്ന തിയറി ചോദ്യങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് അതോറിറ്റീസ് നമ്പർ 1, CBDT കാര്യങ്ങളൊക്കെ, റിട്ടേൺ ഡിഫറെൻറ്റ് ടൈപ്സ് അതിൻ്റെ കാര്യങ്ങളൊക്കെ, ഈ ഫയലിംഗ് ഓഫ് റിട്ടേൺ നോക്കണം, അസസ്മെന്റ് ഡിഫറെൻറ്റ് ടൈപ്സ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്. ഇത്ര കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 വെയിറ്റേജിൻ്റെ 2-3 ചോദ്യങ്ങൾ കിട്ടും. 3 വെയിറ്റേജിൻ്റെ ചിലപ്പോൾ 1-2 വരെ തിയറി കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇതിൽ നിന്നായിരിക്കും വരാം. 2 essay തിയറി വരുന്നതും ഇതിൽ നിന്നാണ്. ഓക്കെ, പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ ടാക്സ് പ്ലാനിങ് ആണ്. തിയറിക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടെങ്കിൽ പ്രതീക്ഷിക്കേണ്ടത്. പിന്നെ പ്രോബ്ലത്തിൻ്റെ ഏരിയയിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു 2 essay പ്രോബ്ലംസ് ഇടുന്നത് ഒന്നുകിൽ ടോട്ടൽ ഇൻകോ അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റിയോ. ഒരു essay PGBPയിലെ ഇൻകം ഫ്രം ബിസിനസ് കണ്ടുപിടിക്കാനുള്ളത്, മറ്റൊരു essay. ദെൻ 3 വെയിറ്റേജിനകത്തെ പ്രോബ്ലംസിൽ വരുന്നത് സാലറി, HP, ക്യാപിറ്റൽ ഗെയിൻ. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണമാണ് കൂടുതൽ 2 വെയിറ്റേജിൻ്റെ 3 വെയിറ്റേജിൻ്റെ പ്രോബ്ലം ആയിട്ട് ഇടുന്നത്. പിന്നെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ പ്രോബ്ലം വരാറുണ്ട്, ടാക്സ് ലയബിലിറ്റിയുടെ പ്രോബ്ലം വരാറുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് മൊത്തത്തിൽ പറയാനുള്ള ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.